കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റും ഉയർന്ന വോളറ്റിലിറ്റിയും വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള സൂചനയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെൽ ആക്ടിവിറ്റിയിൽ നിന്നും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ റെസ്പോൺസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സായ നാസ്ഡാക്ക് 0.18% ഇടിയുകയും S&P 0.10% ഇടിയുകയും ചെയ്തു. എന്നാൽ ഡോ ജോൺസ് പോസിറ്റീവ് സൈഡിൽ, അതായത് മാർജിനലി പോസിറ്റീവ് സൈഡിൽ 0.21% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.35% ഉയർന്ന് $83.45 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും സെല്ലിംഗ് നടത്തി 6,669 കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5,929 കോടിയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ഇന്ന് പ്രധാനമായും ബാങ്ക് ഓഫ് ബറോഡ എന്ന PSU സെക്ടറിലെ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ആപ്ലിക്കേഷന് മുകളിൽ RBI ഏർപ്പെടുത്തിയ റെസ്ട്രിക്ഷൻസ് മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ടാറ്റ പവർ, L&T, TVS മോട്ടോർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരുന്ന ഏഷ്യൻ പെയിൻറ്റ്, BPCL, SBI തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഏഷ്യൻ പെയിൻറ്റ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അബൌട്ട് ഇന്ത്യ, എസ്കോട്ട്, റിലാക്സോ ഫുഡ്വെയർ, അലംബിക് ഫാർമസ്യൂട്ടിക്കൽ, ക്യാംസ്, ഇൻ്റലക്ട് ഡിസൈൻ അരീന, മഹാനഗർ ഗ്യാസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് മനസ്സിലാക്കാം. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഏകദേശം മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി പുറത്തുവിട്ടത്. 16,000 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചപ്പോൾ 15,846 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതേസമയം ഇയർ ഓൺ ഇയറിൽ റവന്യൂ 27.2% ഉയർന്നു. 12,484 കോടിയിൽ നിന്നും റവന്യൂ 15,846 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 27% വളർച്ചയാണ് ഒരു വർഷം കൊണ്ട് റവന്യൂവിൽ കമ്പനി കൈവരിച്ചത്. എബിറ്റ 20.9% വർദ്ധിച്ച് 1,928 കോടിയിൽ നിന്നും 2,332 കോടിയായി മാറി. 2,787 കോടിയുടെ എബിറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ മാർജിൻ 76 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 15.4% നിന്നും 14.7% എത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11.3% വർദ്ധിച്ച് 938 കോടിയിൽ നിന്നും 1,045 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. L&Tയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 12.4% വർദ്ധിച്ച് 4,459 കോടിയിൽ നിന്നും 5,013 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 4,018 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചു. ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം 65,868 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 67,079 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചു. റവന്യൂവിൽ 15% വർധന ഉണ്ടായിട്ടുണ്ട്. 58,335 കോടിയിൽ നിന്നും റവന്യൂ 15% വർദ്ധിച്ച് 67,079 കോടിയിലേക്ക് എത്തി. എബിറ്റ 5% വർദ്ധിച്ച് 7,234 കോടിയായി ഉയർന്നു. 7,187 കോടിയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 11.7% നിന്നും 10.8% ഇടിഞ്ഞു. ഒട്ടുമിക്ക കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റവന്യൂവും പ്രോഫിറ്റും മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ മികച്ചതായിട്ടും പല കമ്പനികളുടെയും എബിറ്റ മാർജിനിലും പ്രോഫിറ്റ് മാർജിനിലും ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. ബജാജ് കൺസ്യൂമർ കെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 166 കോടി രൂപയുടെ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൈബാക്ക് എന്ന കോർപ്പറേറ്റ് ആക്ഷന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ബജാജ് കൺസ്യൂമർ കെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 3.8%, പ്രോഫിറ്റ് 12.1% ഇടിഞ്ഞു. 41 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 35 കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ 40 കോടിയുടെ പ്രോഫിറ്റ് കമ്പനി നേടിയിരുന്നു. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 40 കോടിയിൽ നിന്നും 35 കോടിയിലേക്ക് ഇടിഞ്ഞു. പ്രോഫിറ്റ് മാർജിൻ 16.7% നിന്നും 14.5% ഇടിയുകയും എബിറ്റ 16.8% ഇടിഞ്ഞ് 41 കോടിയിൽ നിന്നും 34 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഗോദ്രേജ് അഗ്രോവേറ്റ് ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 178% വർദ്ധിച്ച് 23 കോടിയിൽ നിന്നും 65 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ എബിറ്റ മാർജിൻ 337 ബേസിസ് പോയിന്റ് ഉയർന്ന് 3.5% നിന്നും 6.9% ഉയർന്നു. എബിറ്റ 98% വർദ്ധിച്ച് 74 കോടിയിൽ നിന്നും 148 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 1.8% വർദ്ധിച്ച് 2,095 കോടിയിൽ നിന്നും 2,134 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഗോദ്രേജ് അഗ്രോവേറ്റ് എന്ന കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്.
TVS മോട്ടോറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 18% വർദ്ധിക്കുകയും റവന്യൂ 23% വർദ്ധിക്കുകയും ചെയ്തു. മാർക്കറ്റ് 530 കോടി രൂപയുടെ പ്രോഫിറ്റാണ് TVS മോട്ടോറിൽ നിന്ന് പ്രതീക്ഷിച്ചത്. 485 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. 410 കോടിയിൽ നിന്നും 485 കോടിയിലേക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. എബിറ്റ 36.25% വർദ്ധിച്ച് 680 കോടിയിൽ നിന്നും 926 കോടിയിലേക്ക് എത്തി. റവന്യൂ 23.6% വർദ്ധിച്ച് 6604 കോടിയിൽ നിന്നും 8169 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. BSEയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 110% വർദ്ധിച്ച് 289 കോടിയിൽ നിന്നും 545 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 20.6% വർദ്ധിച്ച് 88 കോടിയിൽ നിന്നും 106 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിക്കുകയും ചെയ്തു. അതേസമയം പ്രോഫിറ്റ് മാർജിൻ 27.98% ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ എബിറ്റ 19.8% വർദ്ധിച്ച് 127 കോടിയിൽ നിന്ന് 182 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റിൻ്റെ റവന്യൂ 3.24% വർദ്ധിച്ച് 4389 കോടിയിൽ നിന്നും 4532 കോടിയായി ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 496 കോടിയിൽ നിന്നും 663 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 24.17% വർദ്ധിച്ച് 781 കോടിയിൽ നിന്നും 970 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. സുല വൈനിയാർഡിൻ്റെ റവന്യൂവിൽ 9.7% വർധനവുണ്ടായി. 113 കോടിയിൽ നിന്നും റവന്യൂ 122 കോടിയിലേക്ക് ഉയർന്നു. അതേസമയം നെറ്റ് പ്രോഫിറ്റ് 13.5 കോടിയിൽ നിന്നും 4.84% ഇടിഞ്ഞ് 13.5 കോടിയിലേക്ക് എത്തി. കഴിഞ്ഞ വർഷം 14.24 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 37% വർദ്ധിച്ച് 231 കോടിയിൽ നിന്നും 317 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 64 കോടിയിൽ നിന്നും 83 കോടിയിലേക്ക് എത്തി. 3 രൂപ 40 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 11% വർദ്ധിച്ച് 1535 കോടിയിൽ നിന്നും 1708 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 11.17% വർദ്ധിച്ച് 171 കോടിയിൽ നിന്നും 190 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 12 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 19.3% നിന്നും 19.4% എത്തുകയും എബിറ്റ 11% വർദ്ധിച്ച് 297 കോടിയിൽ നിന്നും 332 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. RVNL എന്ന കമ്പനിക്ക് സൗത്തേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും 167 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് RVNL എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ NBCC എന്ന കമ്പനിക്കും 400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ആപ്പിന് മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ റെസ്ട്രിക്ഷൻസ് മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കിൽ ഒരു റിലീഫ് റാലി വരാനുള്ള സാധ്യതയുണ്ട്. റിലയൻസ് കെമിക്കലിൻ്റെ 100% സ്റ്റേക്കുകൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 314 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. വിപ്രോ എന്ന കമ്പനി ബിസിനസ് ഓട്ടോമേഷൻ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ടൂൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് NTPC എന്ന കമ്പനി. NTPC എന്ന കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതായത് റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടി മഹാത്മാ ഫുലെ റിന്യൂവബിൾ എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനി ഗോദ്രേജ് ആൻഡ് ബയോസ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ 28% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ജൂനിപ്പർ ഹോട്ടൽസ് എന്ന കമ്പനി 491 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 491 കോടി രൂപയുടെ ലോൺ വഴിയുള്ള ഫണ്ട് റേസാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്